പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഈ സംഗമം ധന്യമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒറ്റവേരിൽ നിന്നും ഉരുവം കൊണ്ട നമ്മൾ ജീവിതയാത്രക്കിടയിൽ പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ സ്വന്തം വേരിൻ്റെ മഹത്വത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇത്തരമൊരു ഒത്തുചേരലിന് വേദിയൊരുക്കിയ സംഘാടകർക്ക് നന്ദി. ഇതുപോലൊരു കുടുംബ സംഗമം 2001 മെയ് 2 നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. 158 പേരായിരുന്നു അന്നത്തെ നമ്മുടെ അംഗസംഖ്യ. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ സംഗമിക്കുമ്പോൾ നമ്മുടെ അംഗസംഖ്യ 337 വർദ്ധിച്ചിരിക്കുന്നു. അന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്തവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. ഒപ്പമുള്ളത് പരിപാവനമായ അവരുടെ സ്മരണകൾ മാത്രമാണ്. 2001 സംഗമത്തിന് ശേഷം ഇരട്ടിയിലേറെ അംഗങ്ങളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ജനിച്ചു ചേർന്നിട്ടുള്ളത്. അവരിലേറെ പേരും ഇപ്പോൾ കൗമാരം പിന്നിട്ട് യുവതീ യുവാക്കളായി വളർന്നിരിക്കുന്നു. നമ്മളിലേറെ പേർക്കും അവരെ തിരിച്ചറിയാൻ സാധ്യത വളരെ കുറവാണ്. പ്രായലിംഗഭേദമന്യേ എല്ലാ അംഗങ്ങളെയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ അണിനിരത്താനായി എന്നതാണ് ഈ സംഗമത്തിൻ്റെ നേട്ടം. ദൗർഭാഗ്യവശാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അപൂർവം ചിലർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല. മാനസികമായി അവരും ഈ കൂട്ടായ്മക്കൊപ്പമുണ്ട് എന്നതാണ് നമ്മുടെ സംഗമത്തിൻ്റെ കരുത്ത്. തേപ്പറമ്പിൽ ഓദിക്കൻ തറവാടിന് എന്നും അഭിമാനിക്കാവുന്ന മഹനീയമായൊരു ചരിത്രമുണ്ട്. നമ്മളെങ്ങനെ നമ്മളായി എന്ന അന്വേഷണമാണല്ലോ ചരിത്രം. ആ അന്വേഷണത്തിലൂടെ മാത്രമേ നമ്മുടെ പൂർവ്വസൂരികളെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ചു പിടിക്കാനാകൂ. തീർച്ചയായും ആ മാതാപിതാക്കൾ കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ. ഓദിക്കൻ കുടുംബത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1830 കാലഘട്ടത്തിൽ ജനിച്ച ഓദിക്കൻ ഉപ്പാപ്പ എന്ന കാരണവരിലൂടെയാണ്. അറിയപ്പെടുന്ന മതപണ്ഡിതനായിരുന്ന ഈ ഉപ്പാപ്പ കുട്ടികളെ ഖുർആനും മറ്റു മതപാഠങ്ങളും ഓദിച്ചിരുന്നതിനാലാണ് ഓദിക്കൻ ഉപ്പാപ്പ എന്ന പേരിൽ ഖ്യാതി നേടിയത്. അങ്ങനെ ഓദിക്കൻ ഉപ്പാപ്പയുടെ പിന്മുറക്കാരായ തേപ്പറമ്പിൽ കുടുംബം ജാതി മതഭേദമന്യേ സമൂഹത്തിൽ തേപ്പറമ്പിൽ ഓദിക്കൻ കുടുംബം എന്ന് കേൾവിപ്പെടാൻ തുടങ്ങി. ഇന്ന് ഈ കുടുംബക്കാർ ഓദിക്കൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ നാട്ടിലാകെ തിരിച്ചറിയുമെങ്കിലും സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിൽ കാണിച്ചിരിക്കുന്ന തറവാട്ടുപേര് തേപ്പറമ്പിൽ എന്ന് മാത്രമാണ്. ഓദിക്കനുപ്പാപ്പായ്ക്ക് 1860 ആണ്ടോടെ ജനിച്ച മകൻ അഹമ്മുണ്ണി എന്നവര് കുഞ്ഞിപ്പെണ്ണ് എന്നവരെ വിവാഹം കഴിക്കുകയും ആ ദാമ്പത്യത്തിൽ അവർക്ക് 2 ആണും 1 പെണ്ണുമായി 3 സന്താനങ്ങൾ പിറക്കുകയും ചെയ്തു. അതിൽ മൂത്ത മകനായ മൊയ്തീൻ കുഞ്ഞ് അവിവാഹിതനായി ചെറുപ്പത്തിലെ മരണപ്പെട്ടു. മകളായ ബീവാത്തു മംഗലംപുള്ളി ബീരാവു മകൻ അബ്ദുൽ ഹമീദിന്റെ ഭാര്യയായി കയ്പമംഗലം അറവുശാലയിലായിരുന്നു താമസം. അവിടെ വെച്ച് സ്വർണ്ണാഭരണങ്ങളും മറ്റും കളവ് പോയതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ഏക സഹോദരനായ ഓദിക്കൻ സെയ്ദ് അഹമ്മദിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വീടും വസ്തുവകകളും വിറ്റ് മക്കളായ ആമി, പാത്തുഞ്ഞി, മുഹമ്മദ്, അലീമ, നഫീസ എന്നിവരുമായി 1944 കാക്കാത്തുരുത്തി കടവിൽ നിന്നും വഞ്ചിയിൽ എറണാകുളത്തെത്തി കലൂരിൽ താമസമാക്കി. ഇതിൽ മുഹമ്മദ് എന്നവര് 1946 ജോലി സംബന്ധമായി മദ്രാസിലേക്ക് പോവുകയും അവിടെ വെച്ച് ആൻഡമാനിലേക്ക് നാടുകടത്തിയ ഒരു സ്ത്രീയുടെ മകളുമായി പരിചയത്തിലായതിനെ തുടർന്ന് അവരുടെ സഹായത്തോടെ ദ്വീപിലേക്ക് യാത്രയാവുകയും ചെയ്തു. അവിടെ കച്ചവടം നടത്തിയ അദ്ദേഹം ക്രമേണ വലിയൊരു സമ്പത്തിന്റെ ഉടമയായി വളർന്നു. മുഹമ്മദിന്റെ മകൻ അബ്ദുൽ ഹമീദ് മതിലകം പള്ളിവളവിൽ താമസിച്ചു വരുന്നു. അഹമ്മുണ്ണി കുഞ്ഞിപ്പെണ്ണ് ദമ്പതികളുടെ ഇളയ മകനായ ഓദിക്കൻ സെയ്ദ് അഹമ്മദിലൂടെയാണ് നമ്മുടെ വർത്തമാനകാല ചരിത്രം ആരംഭിക്കുന്നത്. കയ്പമംഗലം വില്ലേജിൽ പുത്തമ്പള്ളിക്ക് പടിഞ്ഞാറ് മാറി 1903 സെയ്ദ് അഹമ്മദിന്റെ ജനനം. ഭൂമി അളന്ന് അത് സംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തു കൊടുക്കലായിരുന്നു പ്രധാന ജോലി. ആളുകൾ തങ്ങളുടെ തർക്കങ്ങളും പിണക്കങ്ങളും പരിഹരിക്കുവാനും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വസ്തുവകകൾക്ക് വില നിശ്ചയിക്കുവാനും ജീവിത പ്രശ്നങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും സമീപിച്ചിരുന്നത് സെയ്ദ് അഹമ്മദിനെയായിരുന്നു. അതുകൊണ്ടുതന്നെ
സമൂഹത്തിൽ പ്രമുഖമായ സ്ഥാനവും ആദരവും അദ്ദേഹത്തിന് ലഭിച്ചു പോന്നു. ഏറെ വർഷക്കാലം പുത്തമ്പള്ളി മഹലിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. തന്റെ പുരയിടത്തിന്റെ സമീപത്തായി വടക്ക് കിഴക്കേ ഭാഗത്തുള്ള സ്വന്തം വസ്തുവിൽ 1952 അദ്ദേഹം ഒരു മതപാഠശാല പണിയുകയും അതിൽ ഉസ്താദിനെ വെച്ച് കുട്ടികൾക്ക് നല്ല നിലയിൽ മതവിദ്യാഭ്യാസം കൊടുത്ത് മാതൃക കാട്ടുകയും ചെയ്തു. മക്കളെ ഏറെ സ്നേഹിച്ച ദീർഘവീക്ഷണമുള്ള അദ്ദേഹം അവർക്ക് ഓരോരുത്തർക്കും സുരക്ഷിതമായ സമ്പാദ്യം കരുതി വയ്ക്കാനും മറന്നില്ല. അത്തരത്തിലെല്ലാ നിലയ്ക്കും അനുകരണീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു തേപ്പറമ്പിൽ സയ്യിദ് അഹമ്മദ് അഥവാ ഓദിക്കൻ സയ്യിദ് അഹമ്മദ്. മുമ്പേ സൂചിപ്പിച്ച മദ്രസ കെട്ടിടം ഇപ്പോൾ പുനർനിർമ്മിച്ച് മസ്ജിദുൽ ഹുദ എന്ന നാമധേയത്തിൽ വഖഫ് ചെയ്ത് നമസ്കാര പള്ളിയായി പ്രവർത്തിച്ചു വരുന്നു. എങ്കിലും ഈ പള്ളി പൊതുവെ അറിയപ്പെടുന്നത് ഓദിക്കൻ പള്ളി എന്ന പേരിലാണ്. പള്ളിയിലെ മുസ്ലിയാരുടെ ശമ്പളവും വൈദ്യുതി ചാർജ് അടക്കമുള്ള ചിലവുകളും കൂടാതെ വർഷാവർഷങ്ങളിലെ റംസാൻ കിറ്റിനുള്ള സാമ്പത്തിക ബാധ്യതയും നിർവഹിച്ചു പോരുന്നത് ഓദിക്കൻ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഓദിക്കൻ സയ്യിദ് അഹമ്മദിന്റെ ജീവിത പങ്കാളി ഖദീജക്കുട്ടി പുഴങ്കരയില്ലത്ത് അബ്ദുവിന്റെയും തേപ്പറമ്പിൽ നാച്ചി എന്ന നഫീസയുടെയും മകളായിരുന്നു. മറ്റൊരു ബന്ധത്തിൽ സയ്യിദ് അഹമ്മദിന്റെ ഒരു അമ്മായി കൂടിയാണ് നാച്ചി എന്ന നഫീസ. മുഹമ്മദ്, മൊയ്തീൻ, കുഞ്ഞി ബീവാത്തു, കുഞ്ഞി പാത്തോമ, ഐഷുമ്മ എന്നിവരായിരുന്നു ഖദീജക്കുട്ടിയുടെ സഹോദരീ സഹോദരന്മാർ. ഇതിൽ മൊയ്തീൻ വിവാഹം ചെയ്തിരിക്കുന്നത് സയ്യിദ് അഹമ്മദിന്റെ സഹോദരിയായ ബീവാത്തുവിന്റെ മകൾ നഫീസയെയാണ്. സ്നേഹസമ്പന്നയും ദീനീ നിഷ്ഠയുമുള്ള കുടുംബിനിയായിരുന്നു ഖദീജക്കുട്ടി. ഭർത്താവിനെയും മക്കളെയും അവരുടെ ഇഷ്ടവും ഇംഗിതവും അറിഞ്ഞ് പരിചരിച്ച അവർ അക്ഷരാർത്ഥത്തിൽ തറവാടിന്റെ വിളക്ക് തന്നെയായിരുന്നു. ഖദീജക്കുട്ടി 4 ആണും 6 പെണ്ണുമായി 10 മക്കളെ പ്രസവിച്ചു. ബീവാത്തു, പാത്തുഞ്ഞി, കൊച്ചൈശുമ്മ, മുഹമ്മുണ്ണി, ആമിനുമ്മ, മറിയുമ്മ, മൊയ്തീൻ കുഞ്ഞ്, മുഹമ്മദ് അലി, സൈനബ, അബ്ദുറഹിമാൻ എന്നിവരായിരുന്നു ആ 10 പേർ. ഇവരിൽ മൊയ്തീൻ കുഞ്ഞ് 24-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ബാക്കിയുള്ള 9 പേരിലൂടെ വളർന്ന് വികസിച്ചതാണ് ഇന്നിവിടെ ഇമ്പമായി ഒത്തുകൂടിയിരിക്കുന്ന തേപ്പറമ്പിൽ ഓദിക്കൻ കുടുംബം. സയ്യിദ് അഹമ്മദ് എന്ന സ്നേഹഗോപുരം 55-ാമത്തെ വയസ്സിൽ 1958 മരണപ്പെടുന്നത്. തന്റെ പ്രിയ ഭർത്താവിന്റെ വിയോഗശേഷം ഖദീജക്കുട്ടി 2 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 1960 നമ്മെ ദുഃഖത്തിലാഴ്ത്തി ആ മാതാവും ഇഹലോകവാസം വെടിഞ്ഞു. മസ്ജിദുൽ ഹുദ പള്ളിയോട് ചേർന്നാണ് ഇരുവരെയും മറവ് ചെയ്തിരിക്കുന്നത്. അള്ളാഹു അവരുടെ മരണാനന്തര ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. യുവാവായിരിക്കെ മരണപ്പെട്ട മൊയ്തീൻ കുഞ്ഞിയെ കൂടാതെയുള്ള 9 പേരിൽ ബീവാത്തു, പാത്തുഞ്ഞി, മുഹമ്മുണ്ണി, മറിയമ്മ എന്നീ 4 പേർ കൂടി പല കാലങ്ങളിലായി അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി നമ്മളോട് വിട പറഞ്ഞു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോയ മറിയമ്മ ആ പുണ്യഭൂമിയിൽ വച്ചാണ് മരണപ്പെടുന്നതും അവിടെയാണ് ഖബറടക്കിയതും. തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഇവരുടെ പരലോക ജീവിതം ധന്യവും പ്രകാശപൂരിതവുമാകണമേ. വിസ്താര ഭയത്താൽ ഇനിയും ഈ ചരിത്രവിചാരം ദീർഘിപ്പിക്കുന്നില്ല. തീരെ ഹ്രസ്വവും അപൂർണവുമായ ഈ വിവരണം ഒരു ആമുഖം മാത്രമേ ആകുന്നുള്ളൂ. കൃത്യമായ അന്വേഷണങ്ങളിലൂടെ കൂടുതൽ സത്യങ്ങളും വസ്തുതകളും കണ്ടെത്തി നമ്മുടെ ചരിത്രം വിപുലീകരിച്ച് രേഖപ്പെടുത്തേണ്ട ദൗത്യം യുവതലമുറയുടേതാണ് എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.